ആ യേശുക്രിസ്തുവിനെ പീലാത്തോസ് ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴേ അവരവരെ എന്താണ് ചെയ്തതെന്നറിയാമോ? ഇതാ മുള്ളുകൊണ്ടൊരു കിരീടം പീലാത്തോസിനോട് പറഞ്ഞായിരുന്നു, നീ യഹൂദന്മാരുടെ രാജാവ് എന്ന് ചോദിക്കുമ്പോൾ അതെ ഞാൻ ആകുന്നു എന്ന് പറഞ്ഞതിന് പരിഹാസ വിഷയമായിട്ട് രാജാക്കന്മാർക്ക് പോലെ ഒരു കിരീടം വെച്ചു. പക്ഷെ മുള്ളുകൊണ്ട് മെനഞ്ഞു വെച്ചു. അതിന്റെ മണ്ടയ്ക്ക് കോല് കൊണ്ടടിച്ച് അവന്റെ തലയോട്ടിലേക്ക് മുള്ളാഴ്ന്നിറങ്ങി. അതേപോലെ ആ കാട്ടുമുള്ളിന്റെ ആഴ്ന്നിറങ്ങിയ അതിന്റെ ഭയങ്കരമായിരിക്കുന്ന വിഷമുള്ളുകൾ കൊണ്ട് അവന്റെ തല പുടർക്കുമ്പോഴേ ആ യഹൂദന്മാർ ആ തട്ടഹസിച്ചുകൊണ്ട് അവന്റെ മുഖത്ത് തുപ്പി അവന്റെ കണ്ണത്തടിച്ചു. കണ്ണ് കെട്ടി പറഞ്ഞ് പ്രവചിക്കുക, നിന്നെ തല്ലിയവനാര്? യേശുക്രിസ്തു ഒരു വാക്ക് മിണ്ടിട്ടില്ല. ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ച അവൻ ഒരു വാക്കുകൊണ്ട് ഭൂമിയെ മാറ്റിക്കളയാൻ അധികാരമുള്ളവൻ. ഒരു സെക്കൻഡ് കൊണ്ട് ഭൂമിയിലെ സകല ജാതികളെ ഭസ്മീകരിപ്പാൻ അധികാരമുള്ളവൻ. അവൻ പറഞ്ഞാൽ മനുഷ്യപുത്രന്മാരെ നശിപ്പിക്കാനല്ല രക്ഷിപ്പാനത്തവനെ, കൊല്ലുവാനല്ല ഞാൻ വന്നത് രക്ഷിപ്പാനാ പ്രിയപ്പെട്ടവരെ. കൊല്ലാൻ അനവധി പേരോട് വന്നിട്ടുണ്ട്. എന്നാൽ എന്താണ്? മരണത്തിന്റെയും പാപത്തിന്റെയും ചങ്ങലപ്പെട്ട് നരകത്തിനും മരണത്തിനും വിധിക്കപ്പെട്ട് നമ്മളെ ഉദ്ധാരണം ചെയ്യുവാൻ രക്ഷിക്കുവാൻ ഒരുവനെ വന്നിട്ടുള്ളൂ. അവന്റെ നാമം യേശുക്രിസ്തു എന്നാകുന്നു. അങ്ങനെ നോക്കുവിന് അടിയേറ്റ് തകർക്കപ്പെട്ടവൻ, അവന്റെ ശരീരം മുഴുവൻ ചാട്ടവാർ അടിയേറ്റ് തകർക്കപ്പെട്ടവൻ നിന്റെ മേൽ വീഴേണ്ട അടിയാണ്. നീയാണ് പാപം ചെയ്ത് നിന്റെ പാപത്തിന്റെ ശിക്ഷയാണ് അവൻ ഏൽക്കേണ്ടി വന്നത്. നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം അടിയേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം ദണ്ഡനമേറ്റിക്കൊണ്ട് അയ്യോ അവന്റെ അസ്ഥികൾ ഓരോന്നും എണ്ണുവാൻ കഴിയത്തക്കവണ്ണം അവന്റെ ശരീരത്തിലെ മാംസകറ്റങ്ങൾ ചെതിർവാൻ തക്കവണ്ണം അടിച്ച് തകർക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരും ചെയ്ത കഠിനമായിരിക്കുന്ന പാപത്തിന്റെ ശിക്ഷ ദൈവ കോടതിയുടെ മുമ്പിൽ അവൻ ഏൽക്കേണ്ടി വന്നു. എന്നിട്ടോ അവൻ എടുപ്പാൻ കഴിയാത്തവണ്ണം ഭാരമേറിയ ഒരു മരക്കുരിശം തോളിലേറ്റിക്കൊണ്ട് ഗോൽഗോഥാ മലമുകളിലേക്ക് പോകുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ അവൻ ചുമന്നുകൊണ്ടുപോയ മരക്കുരിശിന്റെ ഭാരം നമ്മുടെ ഭയങ്കരമായിരിക്കുന്ന പാപത്തിന്റെ ചുമടാണ്. അയ്യോ നമ്മുടെ പാപം എത്രമാത്രം ഭയങ്കരമാണ്, നമ്മുടെ പാപം എത്രമാത്രം പ്രിയപ്പെട്ടവരെ അത് എത്രമാത്രം കടും ചുവപ്പായിരിക്കുന്നു. നമ്മുടെ പാപഭാരമായിരിക്കുന്ന മരക്കുരിശും ചുമന്നുകൊണ്ട് അവൻ ഗോൽഗോഥാ മലമുകളിലേക്ക് പോവുകയും രണ്ട് കള്ളന്മാരുടെ മറ്റേ കള്ളന്മാരെന്ന വണ്ണം അതിക്രമക്കാരോടുകൂടി അവൻ എണ്ണപ്പെട്ടു എന്നുള്ള വചനത്തെ വണ്ണം അയ്യോ ഏറ്റവും നിന്നാപരമായിരിക്കുന്ന അനുഭവത്തിൽ അവനെ ആ ഭൂമിയുടെ മധ്യഭാഗമായിരിക്കുന്ന ഗോൽഗോഥാ മലമുകളിൽ എല്ലാവരും താണ്ടി അവനെ ക്രൂശിച്ചിരിക്കുകയാണ്. അതേ പ്രിയപ്പെട്ടവരെ അവരെ ഒരു കള്ളനാക്കി കളഞ്ഞു യഹൂദന്മാര്. റോമക്കാര് പ്രിയപ്പെട്ടവരെ ആകാശത്തെ ഭൂമിയെ സൃഷ്ടിച്ച പാപമില്ലാത്തവനെ കള്ളനാക്കി ക്രൂശിച്ചവന് ആ യേശുക്രിസ്തു ക്രൂശിൽ പെടഞ്ഞു ഭരിക്കുന്ന നിനക്ക് പകരക്കാരന്. പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ള ദൈവകോടതിയുടെ മുമ്പിൽ നമ്മുടെ ഓരോരുത്തരെയും പാപത്തിന്റെ ശിക്ഷ അവൻ ഏറ്റുകൊണ്ട് ഇതാ ക്രൂശിലേക്ക് നോക്കുവാൻ സകല ജാതി മതസ്ഥരുമായിട്ടുള്ളവരെ നിങ്ങളുടെ സമാധാനം ക്രൂശിൽ നിന്ന് മാത്രമാണ്. ആ ക്രൂശിൽ ചൊരിയപ്പെട്ട രക്തത്തിന്റെ ആ രക്തനദിയിൽ നിന്നാണ് നിങ്ങളുടെ സമാധാനത്തിന്റെ നദി ഉത്ഭവിച്ചിരിക്കുന്നത്. ആ ക്രൂശിൽ നിന്ന് ഇതാ സമാധാനത്തിന്റെ നദി ഒഴുകി പരന്ന് ഇതാ പ്രിയപ്പെട്ടവരെ എരുമേലി പഞ്ചായത്തിൽ പോലും പറഞ്ഞു വന്നെങ്കിൽ അനേക ശാഖകളായിട്ട് സമാധാനത്തിന്റെ നദി ലോകത്തും പരന്നൊഴുകയാണ്. ഈ തുമരംപറയുടെ ഈ ദേശത്ത് പോലും ആ നദിയുടെ ഒരു ഭാഗം ഒഴുകി വരികയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ ഇതാകുന്നു സമാധാനത്തിന്റെ വഴി, ഇതാകുന്നു ദൈവത്തിലേക്കുള്ള ഒരു മടങ്ങിപ്പോക്കിന്റെ വഴി, ഇതാകുന്നു പ്രിയപ്പെട്ടവരെ ആ സമാധാനത്തിന്റെ ദൈവം നിങ്ങളെ നടത്തുമാറാകട്ടെ.